ബ്രിജേഷ് ഷോലങ്കിൽ 22 വയസ്സാണ്. പുള്ളിക്കാരനൊരു കബഡി പ്ലെയറാണ്, സ്റ്റേറ്റ് ലെവൽ കബഡി പ്ലെയറാണ്. അടുത്ത ഇന്ത്യൻ പ്രോ ലീഗിലേക്ക് മത്സരിക്കാനായിട്ട് തയ്യാറെടുപ്പൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നൊരു പ്ലെയറായിരുന്നു. പുള്ളി ഈ അവസ്ഥയിൽ എത്തിപ്പെടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ജൂൺ മാസത്തിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ റോഡരികിൽ നിന്ന് ഒരു പട്ടിക്കുട്ടിയെ റെസ്ക്യൂ ചെയ്തിരുന്നു. അപ്പോൾ ഈ പട്ടിക്കുട്ടി പുള്ളിക്കാരൻ്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് വാന്തിയിരുന്നു. അപ്പോൾ ഈ സ്ക്രാച്ച് വന്നിട്ട് വിജേഷ് ഇത് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു. എന്നിട്ട് ഡോഗിനെ റെസ്ക്യൂ ചെയ്തു. അത് കഴിഞ്ഞ് നോർമൽ ലൈഫിലേക്ക് പോയി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഒരു ജൂൺ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും പുള്ളിക്കാരൻ്റെ ബോഡിയിൽ സിംറ്റംസ് വരാൻ തുടങ്ങി. അതായത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരം ഫുള്ള് നംനെസ്, മരവിക്കുക, വെള്ളത്തിനോടുള്ള പേടി, പിന്നെ നിറയും പതയും വരെ ആസ് യൂഷ്വൽ ഈ റാബീസിൻ്റെ സിംറ്റംസ് ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പുള്ളി ഹോസ്പിറ്റലിൽ പിന്നെ വന്നത്. ബ്രിജേഷ് ഹോസ്പിറ്റലിൽ പോയി അപ്രോച്ച് ചെയ്തപ്പോഴാണ് അവർ കൺഫേം ചെയ്തത് ബ്രിജേഷിൻ്റെ ബ്രെയിനിലോട്ട് ഈ ഒരു റാബീസിൻ്റെ വൈറസ് കടന്നുകൂടിയിട്ടുണ്ടെന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഈ സിംറ്റംസ് വന്ന് ഡോക്ടർ പറഞ്ഞു റാബീസ് ആണെന്ന് പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും അറിയാവുന്ന പോലെ റാബീസിന് ഒരു സൊല്യൂഷൻ ഇല്ല. അത് അഫക്റ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദാരുണമായ അന്ത്യം തന്നെയായിരിക്കും. ജൂൺ 28-നായിരുന്നു ബ്രിജേഷ് മരിച്ചത്. മരിച്ച ലാസ്റ്റ് മൊമെൻറ്റ്സിലുള്ള വീഡിയോസാണ് നിങ്ങൾ ഈ കണ്ടത്. ഈ വീഡിയോ കണ്ടു നിൽക്കുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും അത്രയും ദയനീയാവസ്ഥയും അത്രയും പെയിൻഫുള്ളായിട്ടുള്ള ഒരു മരണമാണ്. കണ്ടു നിൽക്കുന്നവർക്ക് ഇത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് സഫർ ചെയ്യുന്നവരുടെ അവസ്ഥ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്കിതിലൂടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായാലും ഈ പൂച്ചയെന്നോ അല്ലെങ്കിൽ പട്ടിയെന്നോ വീട്ടിൽ വളർത്തുന്നതാവോ പുറത്തുനിന്നാവോ എവിടെ നിന്നായാലും എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഇതേപോലെ പറ്റിക്കഴിഞ്ഞാൽ ദയവ് ചെയ്ത് നിങ്ങൾ ഫസ്റ്റ് ഇനിഷ്യൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന ആ മുറിവോ അല്ലെങ്കിൽ നിങ്ങളുടെ മുറിവിൽ പട്ടിയുടെ സലൈവയോ പൂച്ചയുടെ സലൈവയോ പൂച്ച നക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് അപ്രോച്ച് ചെയ്യുന്നതിന് മുമ്പ് എവിടെ വെച്ചാണ് ഈ ഇൻസിഡൻറ്റ് നടക്കുന്നത് അവിടെ നിന്ന് തന്നെ എവിടെന്നെങ്കിലും ഒരു ഹെൽപ്പ് കണ്ടെത്താൻ ശ്രമിക്കുക. സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ഈ വൂണ്ട് 15 to 20 മിനിറ്റ്സ് ശ്രദ്ധിക്കുക. 5 മിനിറ്റ്സ് 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് ഒന്നുമല്ല, 15 to 20 മിനിറ്റ്സ് നല്ലോണം ഈ വൂണ്ട് നന്നായിട്ട് പതപ്പിച്ച് വാഷ് ചെയ്ത് കളയുക. എന്നിട്ട് വേണം നിങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട്. ആദ്യം ചെയ്യേണ്ട ഈ പ്രവൃത്തിയാണ്. നിങ്ങൾ അതിൽ ചെറിയ മുറിവായാലും വലിയ മുറിവായാലും നിങ്ങൾ ഒരിക്കലും അത് ചെറുതാണെന്നും പറഞ്ഞ് ഒഴിവാക്കി കളയരുത്. അല്ലെങ്കിൽ വാക്സിനേഷൻ ചെയ്ത ഡോഗാണെന്നും പറഞ്ഞ് ഒഴിവാക്കി കളയരുത്. പൂച്ചയായാലും പട്ടിയായാലും ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഹോസ്പിറ്റലിൽ പോയി അപ്രോച്ച് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ളവരായാലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയാലും എല്ലാവർക്കും ഈ വിവരം പറഞ്ഞു കൊടുക്കുക. കാര്യം നമുക്ക് അടുത്തുള്ളവരാൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. സോ അങ്ങനെ ഒരിക്കലും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ബ്രിജേഷിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു പ്ലെയർ ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ചെറിയൊരു അശ്രദ്ധ മൂലം പുള്ളിയുടെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു. റാബീസ് നമുക്ക് ഡയറക്റ്റ് ബ്രെയിനിലാണ് നമുക്കിത് അഫക്റ്റ് ചെയ്യണം. സോ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഒരു മരുന്നോ അല്ലെങ്കിൽ ഒന്നും ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. റാബീസ് വന്ന മരണം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൽ റീസെൻ്റ്ലി കുറേ റിപ്പോർട്ട്സ് വന്നിട്ടുണ്ട്. ഇങ്ങനെ പട്ടി കടിച്ച് ചെറിയ കുട്ടികൾക്ക് പ്രശ്നം വന്നിട്ടുണ്ട്. അതേപോലെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം പല മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പല ന്യൂസുകൾ നമ്മൾ ഡെയിലി കേൾക്കാറുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ സേഫ് ആയിട്ടിരിക്കുക, കുറച്ചും കൂടെ കോൺഷ്യസ് ആവുക, കുറച്ചും കൂടെ അവെയർ ആവുക. ബാക്കിയുള്ളവർക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുക. ഇതേപോലൊരു അവസ്ഥ വേറെ ആർക്കും വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.